യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷാലോം ടി വിയിലൂടെ പുറപ്പാട് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. ഒരിക്കൽ കൂടി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ വൈദിക ജീവിതത്തിലെ 34ാമത്തെ വർഷത്തിലാണിപ്പോൾ. നൂറുകണക്കിന് ജനങ്ങളുമായി കുടുംബങ്ങളുമായി ഇടപഴകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സഹോദരി സഹോദരന്മാർ എന്നെ സമീപിക്കാറുണ്ട്. കാരണം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എന്തെന്നില്ലാത്ത ശക്തിയുണ്ട് എന്ന് എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നതാണ്. പ്രത്യേകിച്ചൊരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് ആ വിശുദ്ധ കുർബാനയിലൂടെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിന് ആ പ്രാർത്ഥനയ്ക്ക് എന്തെന്നില്ലാത്ത ശക്തിയാണെന്ന് ജനങ്ങൾ വിശ്വാസികൾ ആഴത്തിൽ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ഈ അവസരത്തിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പ്രചോദനം. വീടുകൾ ബ്ലെസ് ചെയ്യാൻ വിളിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ള പ്രചോദനമാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ വരിക. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ള വചനങ്ങൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ കുടുംബാംഗങ്ങളോട് ചോദിക്കുമായിരുന്നു. യേശു ധാരാളം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, പ്രാർത്ഥനയായി ബന്ധിപ്പിച്ചുകൊണ്ട്. പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. അതിലേതെങ്കിലും നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നാം കേട്ടിട്ടുള്ളത്, നാം വായിച്ചിട്ടുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ട്. അതൊന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കാമോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഓർക്കുക. പ്രാർത്ഥനയെക്കുറിച്ച് യേശു നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഓർക്കുക. ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, അച്ചോ, യേശു പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. ഞാൻ ആ കുട്ടിയെ ഉടനെ തന്നെ പ്രശംസിച്ചു, കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. ഏത് പുസ്തകത്തിലാണ്, ബൈബിളിൽ എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? അപ്പോൾ കുട്ടി പറഞ്ഞു, അറിയത്തില്ല അച്ചോ. അപ്പം എൻ്റെ മനസ്സിൽ ആ വചനം എവിടെയാണെന്ന് ഉടനെ തെളിഞ്ഞു വന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 11ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ഒരു ശിഷ്യൻ വന്ന് യേശുവിനോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, ഗുരുവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ അവസരത്തിൽ ലൂക്കായുടെ സുവിശേഷം
11-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ യേശു തന്നെ ശിഷ്യരെ പഠിപ്പിക്കുന്ന ഭാഗമാണത്. ആ അവസരത്തിലാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുക. യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിലൂടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നാം ആവർത്തിക്കുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നു. മറ്റവസരത്തിലൊക്കെ ഈ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നാം ചൊല്ലുന്നുണ്ട്. എന്നാൽ 9-ാമത്തെ വാക്യം വരുമ്പോൾ യേശു പറയുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. എന്തെന്നാൽ ചോദിക്കുന്നവർക്കൊക്കെ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവർക്കായി വാതിൽ തുറക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആ കുട്ടിയെ വളരെയധികം പ്രശംസിച്ചു. വീണ്ടും വചനം വായിക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിൽ പതിയുവാനും ജീവിത സാഹചര്യങ്ങളിൽ ഈ വചനങ്ങൾ ഓർക്കുവാനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ യേശുവിനെക്കുറിച്ച് ഓർക്കുകയും അവൻ തൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നും പരാജയപ്പെടുന്നില്ല, അതൊക്കെ നമുക്ക് സാധ്യമാകും എന്നത് ഓർക്കുക. വേറെ ഏതെങ്കിലും വചനം ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇപ്പോൾ പല വചനങ്ങളും ഓർമ്മയിൽ വരുന്നുണ്ടാകും, മനസ്സിൻ്റെ ഉപരിതലത്തിൽ വന്നിട്ടുണ്ടാകാം. ഉദാഹരണത്തിന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ 13-14 വാക്യത്തിൽ ഇപ്രകാരം യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് യേശു പറയുകയാണ്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 13-14 വാക്യത്തിലൂടെ യേശു ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. 14-ാമത്തെ വാക്യം, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത അധ്യായത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിലൂടെ യേശു വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ 6-7 അംഗങ്ങൾ ആ കുടുംബത്തിൽ തന്നെയുണ്ട്. അവരുടെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. സാധാരണ ഒരു വീട് ബ്ലെസ് ചെയ്യാൻ വിളിക്കുമ്പോൾ ഞാനതൊരു ആഘോഷമായിട്ട് നടത്തുകയാണ് എൻ്റെ രീതി. അതുകൊണ്ട് ഈ അവസരത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാണല്ലോ വീട് ആശീർവദിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില വചനങ്ങൾ ഓർക്കാൻ കുടുംബാംഗങ്ങളെ സഹായിക്കാറുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ ആ കുടുംബനാഥൻ പറഞ്ഞു, അച്ഛൻ ഞാൻ മറ്റൊരു വചനം ഓർക്കുകയാണ്. യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് മത്തായി 18:19 പറയുക? ഭൂമിയിൽ 2 പേര് ഒരുമിച്ച് ഐക്യത്തോടുകൂടി ഏത് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ പിതാവായ ദൈവം അത് സാധിച്ചു തരും. ഈശോ അടിവരയിട്ട് പറയുന്ന ഒരു വാഗ്ദാനമാണ് പ്രാർത്ഥനയെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ പ്രസംഗത്തിന് ഞായറാഴ്ച പ്രസംഗത്തിന് ആ വചനമൊക്കെ പല പ്രാവശ്യം വായിച്ചു, ചില ഇൻ്റർപ്രിട്ടേഷനും കമൻട്രിയും ഒക്കെ വായിച്ചു. എന്നിട്ടും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരാശയം കിട്ടുന്നില്ലെങ്കിൽ മറ്റു അച്ഛന്മാരുമായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കും. എന്താണ് അടുത്ത ആഴ്ച പങ്കുവയ്ക്കാൻ പോകുന്ന ആശയം? ഞങ്ങളെല്ലാവരും വായിക്കുന്ന ഒരേ വചനഭാഗം തന്നെയാണ്. ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ഐഡിയ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ചില സംഭവങ്ങൾ, ചില കൊട്ടേഷൻസ് തെളിഞ്ഞു വരുമ്പോൾ ആ പങ്കുവയ്ക്കലിലൂടെ നല്ലൊരു പ്രസംഗത്തിനുള്ള ആ പോയിൻ്റുകൾ കിട്ടുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച്
ഓരോരുത്തരോടും ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കേൾക്കുന്നവരുടെ മനസ്സിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള മറ്റു വചനങ്ങൾ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു ക്ലൂ കൊടുത്തുകൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചു, പ്രാർത്ഥനയും വിശ്വാസവും തമ്മിൽ ബന്ധിപ്പിച്ച് യേശു ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. വിശ്വാസവും പ്രാർത്ഥനയും. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് എവിടെയാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, കൃത്യമായിട്ട് അറിയത്തില്ല, എങ്കിലും അച്ചോ മാർക്കോസിൻ്റെ സുവിശേഷത്തിലാണത്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യമാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാർക്കോസ് 11:24 ഈശോ പറയുകയാണ്, ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനയും വിശ്വാസവും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അതെന്തും നമുക്ക് ലഭിക്കുമെന്ന് യേശു ഉറപ്പിച്ചു പറയുകയാണ്. അതിനു മുമ്പ് വിശ്വാസത്തെക്കുറിച്ച് യേശു ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുവിനെന്ന് പറഞ്ഞാൽ മല മാറിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് യേശു വിശ്വാസവും പ്രാർത്ഥനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതും യാചിക്കുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ പങ്കുവെക്കുമ്പോഴത്തേക്കും യേശു പറഞ്ഞിട്ടുള്ള മറ്റു പല വചനങ്ങളും മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ഉദാഹരണത്തിന് യേശു പറഞ്ഞു, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഈശോയുടെ വാഗ്ദാനമാണ്. പക്ഷേ അതിനു മുമ്പ് 2 കണ്ടീഷൻ യേശു പറഞ്ഞു വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലാണ് ഈ വാഗ്ദാനം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ 15:7 വാക്യം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ഉറപ്പിച്ചു പറയുകയാണ്, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. സാധാരണ ഈ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 2-ാമത്തെ ഭാഗമാണ് ഞാൻ ആദ്യം എടുത്തു പറയുക. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് തന്നെ യേശു പറഞ്ഞു വെച്ചിട്ടുള്ള 2 വ്യവസ്ഥകൾ കൂടി നാം അറിയണം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും. ഈ 2 വ്യവസ്ഥകൾ, നാം അവനിൽ വസിക്കണം, അവൻ്റെ വാക്കുകൾ നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യണം. എവിടെയാണ്, എങ്ങനെയാണ് ഈ 2 വ്യവസ്ഥകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുക? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ആത്മാർത്ഥമായി പങ്കെടുക്കുമ്പോൾ ഈ 2 വ്യവസ്ഥകളും അതിലൂടെ നമുക്ക് പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കും. ഉദാഹരണത്തിന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ 56-ാമത്തെ വാക്യത്തിലൂടെ യേശു ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പ്രാർത്ഥന ഇഷ്ടമുള്ളത് ചോദിച്ചാൽ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ 1-ാമത്തെ വ്യവസ്ഥയായിരുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും. അതാണ് 1-ാമത്തെ വ്യവസ്ഥ. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ യേശു വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം അവനിൽ വസിക്കാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ മാർഗം വിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വമാണ്. കാരണം വിശുദ്ധ കുർബാനയിലൂടെ നാം അവൻ്റെ ശരീരം ഭക്ഷിക്കുന്നു, അവൻ്റെ രക്തം പാനം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ യേശു നമുക്ക് ഉറപ്പ് നൽകിയാണ്, അവൻ നമ്മിലും നാം അവനിലും വസിക്കും. ഞാൻ
ചെറുപ്പം മുതൽ ഏതാണ്ട് ഫിലോസഫിയൊക്കെ പഠിക്കുമ്പോൾ ആണ് മൈക്കിൾ പനച്ചിക്കലച്ചൻ എഴുതിയിരിക്കുന്ന ആ ഒരു പാട്ട് കേൾക്കാനിടയായത്. അത് പാടിയിരിക്കുന്നതാകട്ടെ യേശുദാസാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണത്. അവിടെ ഇപ്രകാരമാണ് ആ പാട്ട് പോവുക: നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഒന്നായിത്തീരുന്ന അനർഘമായിട്ടുള്ള നിമിഷങ്ങളെ. അതാണ് ആ വാക്കുകളുടെ അർത്ഥം. ഇവിടെ യേശു വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നാം അവനിൽ വസിക്കുകയും അവൻ്റെ വാക്കുകൾ നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. ഞാൻ പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ആത്മാർത്ഥമായി പങ്കെടുക്കുമ്പോൾ ഈ 2 വാഗ്ദാനങ്ങളും അവിടെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, വിശുദ്ധ കുർബാനയുടെ സമയത്ത് വചനം വായിക്കുന്നു. ഏതാണ്ട് ഓബ്ലിഗേറ്ററി ദിവസങ്ങളിലാണെങ്കിൽ ഒന്നാമത്തെ വായന, അതിനുശേഷം ഒരു പ്രതിവചന സങ്കീർത്തനം, പിന്നെ രണ്ടാമത്തെ വായന. ഒന്നാമത്തെ വായന പഴയ നിയമത്തിൽ നിന്നാകാം, രണ്ടാമത്തെ വായന പുതിയ നിയമത്തിൽ നിന്നാകാം, അതിനിടയ്ക്കൊരു പ്രതിവചന സങ്കീർത്തനം, പിന്നെ സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം. അങ്ങനെ ബൈബിളിൽ നിന്ന് 4 ഭാഗങ്ങൾ വായിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, എക്സ്പ്ലനേഷൻ കേൾക്കുന്നു. വിശുദ്ധ കുർബാനയിലുള്ള ആത്മാർത്ഥമായുള്ള ഭാഗഭാഗിത്വത്തിലൂടെ യോഹന്നാൻ 15:7 യേശു പറഞ്ഞിരിക്കുന്ന ആ 2 വ്യവസ്ഥകൾ, പ്രാർത്ഥന കേൾക്കുന്നതിന് ഫലപ്രദമായി തീരുന്നതിന് നാം നിർവഹിക്കേണ്ട 2 വ്യവസ്ഥകൾ ഈ കുർബാനയിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നുകൂടി നമുക്ക് ഓർക്കാം. അവൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കും. 2 വ്യവസ്ഥകൾ പൂർത്തീകരിച്ചുകൊണ്ട്, അവനിൽ വസിച്ചുകൊണ്ടും അവൻ്റെ വാക്കുകൾ നമ്മളിൽ നിലനിർത്തിക്കൊണ്ടും ചോദിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ വ്യവസ്ഥകൾ അനുസരിച്ച് തന്നെയല്ലേ? നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചോദിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നാം ദൈവത്തോട് ചോദിക്കുകയാണ്. പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ യേശു പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് ലഭ്യമാകുന്നില്ല എങ്കിൽ, ഫലപ്രദമാകുന്നില്ല എങ്കിൽ, ഓർക്കുക, നത്തിങ് ഹാപ്പൻസ് വിതൗട്ട് എ റീസൺ. കാരണം കൂടാതെ ഒന്നും സംഭവിക്കത്തില്ല. യേശു വാഗ്ദാനം ചെയ്തു, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അവൻ്റെ നാമത്തിൽ ചോദിക്കുക, അവനിൽ വസിച്ചുകൊണ്ട് ചോദിക്കുക. 2 പേര് ഒരുമിച്ച് ചോദിക്കുന്നതെന്ന് ലഭിക്കും. ഇങ്ങനെ ഒക്കെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നില്ല എങ്കിൽ എന്താണ് അതിനൊരു കാരണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാം. ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, അച്ചോ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു, എന്ത് നിയോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ആവശ്യം? അതെ അച്ചോ, എനിക്ക് ഒരു കമ്പനിയിൽ വളരെയധികം ആനുകൂല്യങ്ങളുള്ള നല്ല പഴയ കമ്പനിയിൽ നിന്നും കിട്ടിയിരുന്നതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടുന്ന ജോലി, മറ്റു പല ആനുകൂല്യങ്ങളും കിട്ടുന്ന ജോലി. പക്ഷെ ആ ജോലി എന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്, അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ റെഡി ആയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ഒരു NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ പഴയ കമ്പനിയിലെ മാനേജറുടെ അടുത്ത് നിന്ന് ഈ ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ല, തരാം എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു വരൂ എന്ന് ആദ്യം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു വരൂ. അങ്ങനെ മാറിപ്പോവുകയാണ്. ഇപ്പോൾ 2-3 മാസങ്ങൾ കഴിഞ്ഞു വെച്ചു. പുതിയ കമ്പനിയിൽ നിന്നും അവരെനിക്കൊരു അൾട്ടിമാറ്റം തന്നിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുമായി ഈ ജോലിയിൽ പ്രവേശിക്കുന്നില്ല എങ്കിൽ ഇനിയും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാണോ പ്രാർത്ഥിക്കുക, വചനാധിഷ്ഠിതമായാണോ പ്രാർത്ഥിക്കുക,
അതേ അച്ചോ അങ്ങനെയൊക്കെ തന്നെ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനം മനസ്സിൽ തെളിഞ്ഞു വന്നു. അത് ഐസയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങളാണ്. കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവർ പെട്ടെന്ന് അതിൻ്റെ തുടക്കം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും. നിങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ കാതുകൾക്ക് മാന്ദ്യവും സംഭവിച്ചിട്ടില്ല, എങ്കിലും നിൻ്റെ പ്രാർത്ഥന എൻ്റെ സന്നിധിയിലെത്തുന്നില്ല. അതിനുള്ള കാരണം എനിക്കും നിനക്കുമെടുക്കെ ഒരു തടസ്സം വന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നിൻ്റെ തന്നെ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അച്ചോ അത് എൻ്റെ ജീവിതത്തിൽ അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെയാണല്ലോ വന്ന് കുമ്പസാരിക്കുക, കൂടെ കൂടെ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, അപ്പോയിൻമെൻ്റ് എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് എന്നെ കുമ്പസാരിക്കുന്നു. ആയതുകൊണ്ട് ഞാനൊരു പാപത്തിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നില്ല അച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ വചനത്തിന് യേശു പറഞ്ഞിരിക്കുന്നു വള്ളി പുള്ളി വ്യത്യാസം വരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചു, ഈശോയെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മറ്റൊരു വചനം മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകികൾ നിത്യജീവൻ വസിക്കുന്നില്ല. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഈ വചനം വായിക്കാനായിട്ട് അവരോട് പറഞ്ഞു. വായിച്ചപ്പോൾ അവരറിയാതെ തന്നെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കാരണം അവരുടെ പഴയ കമ്പനിയിലെ ഒരു കൊളീഗിനോട് ഭയങ്കര കലിയാണ് അവർക്ക്, വിദ്വേഷമാണ്, വെറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ പോലും ഇവരുടെ മനസ്സിലിങ്ങനെ വെറുപ്പ് നുരഞ്ഞു പൊങ്ങും. ഇത് ശരിയാണച്ചോ, അവരെന്നിട്ട് കാര്യം പറഞ്ഞ് എനിക്ക് ഇന്ന ആളോട് വെറുപ്പാണ്, അത് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ക്ഷമിക്കാനുള്ള കരുത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു ഫ്രേസ് കേട്ടിട്ടുണ്ട്, ടു എർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫോർഗീവ് ഈസ് ഡിവൈൻ. തെറ്റ് സംഭവിക്കുക മാനുഷികമാണ്, എന്നാൽ ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ്. ദൈവത്തിൻ്റെ കൃപ കൂടാതെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കത്തില്ല. ദൈവമേ, ക്ഷമിക്കാനുള്ള കൃപ ഈ മകളിൽ അങ്ങ് നിക്ഷേപിക്കണമേ, നിവേശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. ആ സഹോദരനോട് അനുരഞ്ജനപ്പെടുവാനും ക്ഷമിക്കുവാനും ആ കമ്പനിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ചു വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടി എൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. അവരുടെ കരങ്ങളിൽ ഈ ഒരു പേപ്പറുമുണ്ട്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. എന്താണ് സംഭവിച്ചത്? എൻ്റെ ഓഫീസിൽ നിന്നും അവർ തിരികെ പോയത് ആ വിദ്വേഷമുള്ള, വെറുപ്പുള്ള ആ മനുഷ്യൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തോട് സംസാരിച്ചു, ഇവർ മാപ്പ് ചോദിച്ചു, എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ടായിരുന്നു, ഇന്ന കാരണങ്ങളാൽ ദൈവം ഇത് എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അദ്ദേഹം ഈ സ്ത്രീയോടും പറഞ്ഞു, എനിക്കും നിന്നോട് അങ്ങനെയായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു, ഞാനും നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അവർ മാപ്പ് കൊടുത്തു, മാപ്പ് സ്വീകരിച്ചു, അനുരഞ്ജനപ്പെട്ടു. ഇവർ തമ്മിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് മാനേജർക്കറിയത്തില്ല. അതിനുശേഷം മാനേജറുടെ ഓഫീസിൽ ചെന്നു. മാനേജർ ഇവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, നിങ്ങളിരിക്കൂ. ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ടൈപ്പ് ചെയ്തു, കോപ്പി എടുത്തു, ഒപ്പിട്ടു, സീലിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് എന്തും നമുക്ക് കിട്ടും. അവൻ്റെ നാമത്തിലാണ് ചോദിച്ചത്, വിശ്വസിച്ചുകൊണ്ടാണ് ചോദിച്ചത്. എന്നിട്ടും കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ വചനം തന്നെ അതിന് നമുക്ക് ഉത്തരം നൽകുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, വിശ്വാസം എന്ന് പറയുമ്പോൾ അനുസരണമെന്നുകൂടി ആ വിശ്വാസം എന്ന വാക്കിന് അർത്ഥമുണ്ട്.
നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവൻ പറയുന്ന വാക്കുകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്തെന്നാൽ ആ വിശ്വാസം നിർജീവമാണ്. യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറയും, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. ആയതിനാൽ വിശ്വാസം പ്രവൃത്തിയിൽ കാണിക്കണം. എന്ത് പ്രവൃത്തിയാണ് നാം കാണിക്കേണ്ടത്? ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കുക. ആയതിനാൽ വിശ്വാസം എന്നാൽ അനുസരണം എന്നുകൂടി അർത്ഥമുണ്ട് എന്നോർക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. യേശു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് യേശുവിൻ്റെ ഈ ഉറപ്പോടുകൂടിയാണ്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. ലോകാവസാനം വരെ അവൻ നമ്മോടുകൂടെ ഉള്ളതിനാൽ അവൻ നമ്മോട് കൂടെ ഇല്ലാത്ത ഒരു സ്ഥലമില്ല, ഒരു സമയവുമില്ല. നാം അവനോടുകൂടെ ആയിരിക്കുകയും അവൻ്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കും. നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഫലപ്രദമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഈശോയെ, അങ്ങ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് പഠിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു പ്രാർത്ഥന ഇതാണല്ലോ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാവുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശ്വാസം എന്ന് പറഞ്ഞെന്നാൽ പ്രവൃത്തി കൂടെയാണ്. എന്തു പ്രവൃത്തി? അങ്ങേ അനുസരിക്കുക എന്നുള്ള പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് ശ്ലീഹ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശ്വാസം പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.